എന്താ പറ്റിയേ? ഒരാൾ എന്റെ പുറകില്. Come on, come on, മുത്തശ്ശ. You can do it. Come on. വരൂ റോണി, ഒരു തവണ കൂടി. വേണ്ട മുത്തശ്ശ, മുത്തശ്ശന് കളിക്കാൻ അറിയില്ല. ഞാൻ ഗ്രൗണ്ടിൽ പോയി കളിച്ചോട്ടെ? വേണ്ട, ഇവിടെ മതി, ഗ്രൗണ്ടിൽ വേണ്ട. ഓക്കെ. ഹലോ. റോണി, റോണി, ഹലോ. എന്താ? ആരാ സംസാരിക്കുന്നത്? ഞാൻ എൻ്റെ കൊച്ചുമകനുമായിട്ട് അവിടെ ആ വണ്ടി കിടക്കുന്നിടത്ത് നിന്ന് ഫുട്ബോൾ കളിക്കുകയായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ലാൻഡ് ഫോൺ അടിച്ചു. അപ്പോൾ ഞാൻ മുകളിലേക്ക് വന്ന് കോൾ റിസീവ് ചെയ്യാൻ വേണ്ടി, ബട്ട് ഞാൻ വന്ന് കോൾ എടുത്തപ്പോഴേക്കും അത് ഡിസ്കണക്ട് ആയി പോയി. അത് കഴിഞ്ഞ് ഞാൻ താഴേക്ക് പോയി നോക്കിയപ്പോൾ റോണിയെ കാണാനില്ല. ഞാൻ അവനെ വിളിച്ചു നോക്കി, പക്ഷേ നീത. അത് കഴിഞ്ഞ് എന്റെ മൊബൈലിൽ കോൾ വന്നു. അറിയില്ല ആരായിരുന്നു എന്ന്. ഹി സെഡ് റോണിയെ വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ ചെയ്യണമെന്ന്. നീത മോളെ, മോളെ കരഞ്ഞ അസുഖം കൂട്ടരുത്. എന്തെങ്കിലും കിട്ടിയോ? കോൾ ഒരു പ്രീപെയ്ഡ് നമ്പറിൽ നിന്നാണ് വന്നത്. സർവീസ് പ്രൊവൈഡറിനോട് പറയൂ ട്രാക്ക് ചെയ്യാൻ. എല്ലാ സ്റ്റേഷനിലേക്കും അയച്ചേക്കും. ഒരു മിനിറ്റ്. മിസ്റ്റർ മനോഹർ, ഇനിയും കോൾ വരാൻ സാധ്യതയുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുവാണ്, ലാൻഡ് ലൈനും. താങ്ക് യു. പക്ഷെ നിങ്ങളുടെ പ്ലാൻ എന്താണ്? റോണിക്ക് ആപത്തൊന്നും ഉണ്ടാകില്ലല്ലോ അല്ലേ? ഞാൻ പോലീസിനെ വിളിച്ചു വന്ന് ആ കിഡ്നാപ്പർ അറിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യരുത്. കുഞ്ഞിനെ രക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ പോലീസിനെ കഴിയൂ. കഴിഞ്ഞ ആഴ്ച ഒരു കിഡ്നാപ്പിംഗ് കേസ് റിപ്പോർട്ട് ചെയ്തില്ലേ? അതെ. എനിക്ക് എന്റെ ഡീറ്റെയിൽസ് വേണം. ഓക്കെ മാഡം. ആ പിന്നെ ആ ജോണിന്റെ കേസ് ഫയലും കൂടെ വേണം. ആ 8 വർഷം മുന്നത്തെ കിഡ്നാപ്പിംഗ് കേസ്. ഓക്കെ മാഡം. എനിക്ക് വളരെയധികം വിഷമമുണ്ട് അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ. അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. ഇതിൽ കൂടുതൽ ഞാനെന്ത് പറയാന്? ഇന്നലെ വരെ ഒന്നും ഓർമ്മയിൽ വന്നില്ല എങ്കിൽ ഇന്ന് എന്ത് അത്ഭുതമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇങ്ങനെ എപ്പോഴും വന്നിട്ട് എന്താ പ്രയോജനം? കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ആദ്യമായി കിട്ടിയ തുമ്പ. അതുകൊണ്ട് എനിക്കിതങ്ങനെ അങ്ങ് വിട്ടുകളയാൻ പറ്റില്ല. ശരി.